ഹലോ നമസ്കാരം. റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് A4 വെച്ചിട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടാക്കി നോക്കാം. കറക്റ്റ് മെഷർമെൻ്റ് എല്ലാം എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 3:2 റേഷ്യോയിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടതെന്ന്. ഞാൻ ആദ്യം സ്കെയിൽ വെച്ചിട്ട് ഒരു 18 സെൻറ്റിമീറ്റർ A4 മാർക്ക് ചെയ്യുന്നുണ്ട്. 9 സെൻറ്റിമീറ്റർ നീളത്തിലും 6 സെൻറ്റിമീറ്റർ വീതിയിലുള്ളൊരു ഫ്ലാഗാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനാണ് ആദ്യം തന്നെ 18 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിത് പകുതി മടക്കും. അതുകൊണ്ട് തന്നെ ഡബിൾ ആയിട്ടാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. 3:2 റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം അതിൻ്റെ വിഡ്ത്ത്. അതാണ് കണക്ക്. താഴെ ഞാൻ 6 സെൻറ്റിമീറ്ററിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ 6 സെൻറ്റിമീറ്റർ വീതിയെ നമുക്ക് 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓരോന്നും 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 സെൻറ്റിമീറ്ററിലും 4 സെൻറ്റിമീറ്ററിലും ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നീളത്തിൽ ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലാഗിന് കളർ കൊടുക്കണം. ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്രയോൺസോ ഓയിൽ പേസിൽസോ വാട്ടർ കളറോ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റോ അങ്ങനെ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് കൊടുക്കാം. ഓറഞ്ചും ഗ്രീനും കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻ്റ് ഒക്കെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചാലും മതി. റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് നമ്മളിത് 3ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ബാക്കി 2 എണ്ണം പോസ്റ്റേഴ്സിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണം. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. കളറെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിന് അശോകചക്ര വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതൊന്നും പകുതിയായിട്ട് മടക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫ്ലാഗിൻ്റെ കറക്റ്റ് അളവ്. ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ നോക്കിയിട്ട് ഞാനൊരു അടപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡും അതിൻ്റെ അടയാളം കാണും. അപ്പോൾ നമുക്ക് ഒരേപോലെ തന്നെ അളവിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ആരക്കാലുകളൊക്കെ വരച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് സെൻറ്ററിൽ. എന്നിട്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. കുഞ്ഞി സർക്കിൾ ആയതുകൊണ്ട് സ്കെച്ച് കൊണ്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബ്ലൂ കളറിലുള്ള ജെൽ പെൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ കുറച്ച് കട്ടിയിലുള്ളൊരു പെന്നാണ് എടുത്തിട്ടുള്ളത്. 24 എണ്ണം ഫുള്ള് വരയ്ക്കാൻ പറ്റിയില്ല. 17 എണ്ണേ വരച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് എണ്ണിയിട്ട് വരയ്ക്കുക. അങ്ങനെ 2 എണ്ണവും കംപ്ലീറ്റ് ആയി. ഈ ഫ്ലാഗിനൊരു പിടി വേണം. അതിനായിട്ട് ഞാൻ നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന A4 എടുക്കുകയാണ്. പിന്നെ ഒരു ഈർക്കിലൂടി വെച്ചിട്ട് നമ്മൾ സാധാരണ പേപ്പർ ട്യൂബ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി കൊടുക്കാം. എൻഡിൽ ഗം തേച്ചൊട്ടിക്കാം. നടുമടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലാഗിൻ്റെ സെൻറ്ററിലൂടെ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം സ്റ്റിക്ക് ഒട്ടിച്ചതിന് ശേഷം ബാക്കി 2 സൈഡും കൂടി കൂട്ടി ഒട്ടിച്ചാൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്ലാഗ് റെഡി ആയിട്ടുണ്ട്. 2 സൈഡ് ഒരുപോലെ തന്നെ ഉണ്ട്. ഇനി നമുക്കിതിനൊരു സ്റ്റാൻഡ് സെറ്റാക്കി കൊടുക്കാം. റൗണ്ട് ഷേപ്പുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാച്ച് ബോക്സ് കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സംഭവം വേണ്ട, നമുക്ക് പുറത്തുള്ളത് മാത്രം മതി. മാച്ച് ബോക്സിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലാഗിൻ്റെ സ്റ്റിക്ക് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ആവുന്ന രീതിയിൽ വേണം ഹോൾ ഇടാനായിട്ട്. ഇത് രണ്ടും ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് വരാം. റൗണ്ടിലുള്ള കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ മാച്ച് ബോക്സ് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തത് ആ ഒരു ഫ്ലാഗിൻ്റെ സ്റ്റിക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗം തേച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. മാച്ച് ബോക്സിൻ്റെ മുകളിൽ ഞാൻ ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി. ആ ഒരു സ്റ്റാൻഡായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രൗൺ കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2 സൈഡും ഒരുപോലെയുള്ള നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ A4 വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെ കൊണ്ടും ചെയ്തു വെക്കാൻ പറ്റും. കുറച്ച് സമയം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ട് ചെയ്ത പോസ്റ്റേഴ്സിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി മറക്കരുത്. കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ടും നമ്മൾ കുറേ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും എല്ലാം. അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതെല്ലാം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.